എന്തോ വീട്ടിൽ വിളിക്കുന്ന പേര്? ഇത് തന്നെയാണ്, സൗമ്യ എന്ന് തന്നെ. സൗമ്യ തന്നെ. പക്ഷെ സൗമ്യയാണ്, പക്ഷെ സൗമ്യ അങ്ങനെ വലിയ സൗമ്യ അല്ല. ആ കാരണം അല്ല, ആ പേരിട്ടെങ്കിലും രക്ഷപ്പെട്ടു പോട്ടെ. സൗമ്യ അല്ല, ഇത്തിരി പ്രശ്നമാണ്. അച്ഛനെ വിറപ്പിക്കുന്ന കൂട്ടത്തിലാണെന്നൊക്കെ പറഞ്ഞു. അച്ഛനെ അമ്മയും. അതിരിക്കട്ടെ, പാട്ടൊക്കെ അറിയാവോ? പാട്ടൊക്കെ പാടുവോ? കുറച്ച് പാടും. അപ്പൊ നമുക്കൊരു 2 വരി പാട്ടോട് കൂടി അങ്ങ് തുടങ്ങാം. ശാന്തം ശാശ്വതം അപ്രമേയം അനഘം നിർവാണ ശാന്തിപ്രദം ബ്രഹ്മാശംഭു പണിന്ദ സേവ്യമനിശം വേദാന്ത വേദ്യം വിഭും രാമാഖ്യം ജഗദീശ്വരം സുരഗുരും മായാമനുഷ്യം ഹരിം വന്ദേഹം കരുണാകരം രഘുവരം ഗോപാല ചൂടാമണിം ഭൂപാല ചൂടാമണിം. പഠിച്ചിട്ടുണ്ടോ? പഠിക്കുന്നുണ്ട് സർ. പഠിക്കുന്നുണ്ട്, പഠിക്കണം. കാരണം വേറൊന്നുമല്ല, നമുക്ക് തന്നെ നമ്മുടെ മനസ്സിനൊരു ശാന്തി തരും, ഇല്ലേ? ഇപ്പം ഞാനിത് കണ്ണടച്ച് കേട്ടപ്പോഴത്തേക്ക് ഒരു വിളക്കും അതിൻ്റെ മുമ്പിൽ ഗുരുവായൂരപ്പൻ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഇങ്ങനെ നമുക്കൊരു ഫീൽ. സോ യു ഹാവ് ഗോട്ട് എ ഗുഡ് വോയിസ്, നല്ല ടാലൻറ്റ്. അപ്പോൾ എന്തായാലും നമുക്കിതൊരു പഠിച്ചെന്ന് പറഞ്ഞാൽ ആരും നമ്മളെ വഴക്ക് പറയത്തില്ല. ഈ അച്ഛൻ എങ്ങനെ വഴക്കൊക്കെ പറയൂ? അത് ഇതുവരെ രണ്ടുപേരല്ലേ? ഇതുവരെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. പറയാമോ? അച്ഛൻ എക്സ്പ്രസീവ്, കൂടുതലും ഇതാണ്, ക്യാമറയുടെ മുമ്പിലാണ് കൂടുതൽ എക്സ്പ്രസീവ്. ആൻഡ് സാറിനോട് എക്സ്ക്ലൂസീവായിട്ട് പറയാം, ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തത്, ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് അച്ഛൻ. അത് പക്ഷെ നമ്മളങ്ങനെ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന അതിലല്ല. എൻ്റെ ബ്രദർ കുറച്ചുകൂടെ എക്സ്പ്രസീവാണ്. പക്ഷെ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ നോക്കി കാണാൻ ആഗ്രഹിക്കുന്ന, തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു റോൾ. ഈ വാക്കുകൾ അങ്ങയുടെ ഒരു മഹാഭാഗ്യമായിട്ട് കരുതാം. കാരണം ഇത് വില കൊടുത്താൽ കിട്ടില്ല. പറഞ്ഞിട്ടില്ല ഇങ്ങനെ. അതാണ് ഞാൻ പറഞ്ഞത് സാർ, ഈ ഷോയിൽ എക്സ്ക്ലൂസീവായിട്ട് കാരണം ഒരച്ഛൻ്റെ മനസ്സിന് കിട്ടുന്ന ആനന്ദം, അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ് ദൈവത്തിൻ്റെ അനുഗ്രഹം, അതാണ് ഏറ്റവും വലുത്. തീർച്ചയായിട്ടും. അല്ല, നിങ്ങളിപ്പം അദ്ദേഹത്തിന് 1 ലക്ഷം രൂപ കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും സന്തോഷം കിട്ടത്തില്ല. അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു. ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന നാടകത്തില്ലേ, CNC നായരുടെ നാടകമാണ്. 3 നാടകങ്ങൾ, നാടകത്രയം എന്ന് പറയുന്നത്. സാകേതം, കാഞ്ചന സീത, ലങ്കാലക്ഷ്മി. ലങ്കാലക്ഷ്മിയിൽ അവസാനം രാവണൻ മണ്ഡോദരിയുടെ മടിയിൽ കിടന്നിട്ട് അവരുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: രാവണന്റെ ജീവിതം ഒരു പാഴ്ചെലവായിരുന്നു ഇല്ല എന്ന് പറയും. അപ്പോഴായിരിക്കും ഒരു പക്ഷേ രാവണൻ ഏറ്റവും കൂടുതൽ, കാരണം രാവണന് അറിയാം പിറ്റേ ദിവസം രാവണൻ ഉണ്ടാവില്ല. ആ ഒരു ഫീലാണ്. പാഴ്ചെലവല്ലായിരുന്നു എന്നുള്ളത്. നടൻ എന്ന നിലയിൽ വളർച്ചയിൽ MRGക്കെതിരെ നടന്ന നീക്കങ്ങൾ അതെന്തൊക്കെയാണ്? അല്ലല്ല, അത് എനിക്ക് സ്പിൽബർഗിന്റെ ഒരു ചിത്രത്തിൽ അഭിനയിക്കാനുള്ള ഒരു കോൾ വന്നിരുന്നു. അതായത് ജുറാസിക് പാർക്കിന്റെ 2nd പാർട്ട്, ദ ലോസ്റ്റ് വേൾഡ് എന്ന് പറയുന്ന സിനിമ. ആ സിനിമയിൽ ഒരു ഇന്ത്യൻ ക്യാരക്ടറുണ്ട്.
അപ്പോൾ അതിൽ അഭിനയിക്കാൻ ഒരു ഇന്ത്യക്കാരൻ വേണം, ഇന്ത്യൻ വംശജൻ വേണം. അപ്പോൾ അതിൽ അവർക്ക് എല്ലാത്തിനും കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ. ഈ ക്യാരക്ടറിന് കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് വെച്ചത് ബോംബെയിലുള്ള ഒരു സ്ത്രീയാണ്, ഉമാ ഡക്കുന എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് വെച്ചത്. അപ്പോൾ അവർ ഈ എൻ്റെ വിധേയൻ എന്ന് പറയുന്ന സിനിമ അവർ കണ്ടിരിക്കും. അപ്പോൾ പല പേരുകൾ അയച്ച കൂട്ടത്തിൽ എൻ്റെ പേരും അയച്ചു. എൻ്റെ അഡ്രസ്സൊക്കെ അടൂർ സാറിൻ്റെ നിന്നൊക്കെ വാങ്ങിച്ച് അവർ എൻ്റെ പേരും കൂടെ അയച്ചു. അതിൽ അവസാനം നറുക്ക് വീണത് എനിക്കാണ്. അതിലെനിക്ക് ഒരുപാട് സെലക്ഷൻ പ്രോസസ്സൊക്കെ ഉണ്ടായിരുന്നു. ഒരു 2 പേജ് സ്ക്രിപ്റ്റൊക്കെ അയച്ചു തന്നു. അത് ഷൂട്ട് ചെയ്ത് അയക്കാൻ പറഞ്ഞു. അതൊക്കെ ഷൂട്ട് ചെയ്ത് അയച്ചു. പിന്നെ നമ്മളിതൊക്കെ കളഞ്ഞു. ഇന്ത്യയിൽ ഇത്രയും നടന്മാരുള്ള കൂട്ടത്തിൽ നമ്മളെവിടെ നിന്ന്. അപ്പോൾ പിന്നീട് ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു, അത് യു ഹാവ് ബീൻ സെലക്റ്റഡ്. മദ്രാസിൽ പോകണം, മദ്രാസിലവിടെ എംബസിയിൽ വിസയുടെ പേപ്പേഴ്സൊക്കെ വരും. അപ്പോൾ എംബസിയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് മദ്രാസിൽ പോയി. അവിടെ 2-3 ദിവസം അവിടെ താമസിച്ചു. അപ്പോൾ എല്ലാ ദിവസവും രാത്രിയിൽ അവർ വിളിക്കും. നമ്മുടെ രാത്രിയാണല്ലോ അവരുടെ പകല്. അവർ വിളിച്ചിട്ട് യുവർ പേപ്പേഴ്സ് ആർ ബീയിങ് ഫൈനലൈസ്ഡ്, വെയിറ്റ് ദെയർ എന്നൊക്കെ പറഞ്ഞു. ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, സോറി, വി ആർ നോട്ട് ഏബിൾ ടു ഫൈനലൈസ് യുവർ പേപ്പേഴ്സ്, സോ യു വിൽ ഹാവ് ടു ലൂസ് ദിസ് ചാൻസ്. അങ്ങനെ ആ ചാൻസ് പോയി, തിരിച്ചു വന്നു. അപ്പോൾ അന്ന് പലരും ചോദിച്ചു, ഇത് ആരോ ഇടപെട്ട് നിങ്ങളുടെ അവസരം ഇല്ലാതെ പണി തന്നതല്ലേ എന്ന്. ഞാൻ അപ്പോഴും പറഞ്ഞു ഇല്ല, ഇപ്പോഴും പറയുന്നു ഇല്ല, എനിക്കറിയില്ല. പക്ഷെ എന്തോ ഉണ്ട്, അതറിയില്ല. അതിന് പകരം ആരായിരുന്നു? അതിന് പകരം ലണ്ടനിലുള്ള ഒരു മലയാളിയല്ല, ഇന്ത്യക്കാരൻ, ഇന്ത്യൻ വംശജൻ. അയാള് ബ്രിട്ടീഷ് പൗരത്വമുള്ള ആളാണ്, സിറ്റിസൺഷിപ്പ് ഉള്ള ആൾ. അപ്പോൾ അയാൾക്ക് എളുപ്പം പോവാം. അന്ന് നമ്മളെക്കാൾ എളുപ്പമാണ് അവർക്ക് പോകാൻ. വിസയൊക്കെ ശരി പ്രോസസ് ചെയ്യുന്നത് എളുപ്പമാണ്.